ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ വൈബ് ആൻഡ് സ്പൈസിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഓറഞ്ച് പുഡിങ്ങാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ജ്യൂസാക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ ഓറഞ്ച് എല്ലാം ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് 1 കപ്പ് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓറഞ്ച് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതായത് ഹാഫ് ലെമൺ കട്ട് ചെയ്ത ജ്യൂസാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 3 ഡ്രോപ്സ് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് നലിഞ്ഞ് വരട്ടെ, അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 സെക്കൻഡ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവർ മിക്സ് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണേ. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് നമ്മൾ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പുഡിങ് ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. പ്രത്യേകിച്ചും കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഫുഡിനോടാണല്ലോ താല്പര്യം. അപ്പം ഇത് വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് നെയ്യ് കട്ട പിടിച്ചേക്കുക. നമുക്കിനി 1 സ്പൂൺ നെയ്യുടെ ആവശ്യമുള്ളൂ. ഒരുപാട് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇനിയും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കല്ലേ. ഇപ്പോഴത്തേ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പുഡിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ച പാത്രത്തിലേക്ക് ഇത് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴത്തേ ഞാൻ ഇത് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പുഡിങ് തണുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോഴത്തേ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് തൊടാൻ പറ്റത്തില്ല, അതുപോലെ സോഫ്റ്റാണ്. ഇനി നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ ബോക്സിൽ വേണം സെറ്റ് ചെയ്ത് വെക്കാൻ. ഞാനൊരു വലിയ പാത്രത്തിൽ എടുത്തുകൊണ്ട് ഭയങ്കര തിന്നായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് കേട്ടോ, ജെല്ലി പോലെ. അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണിത്. നമ്മൾ വാലിട്ട് കഴിഞ്ഞാൽ അപ്പം അലിഞ്ഞു പോകും, അതുപോലെ സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നോടം വരെ എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ.